ഇന്ന് നമ്മൾ നിത്യജീവന്റെ പാതയിൽ കണ്ടുമുട്ടുന്നത് കൊല്ലം ജില്ലയിലുള്ള വാടി എന്ന സ്ഥലത്തുള്ള ഷേർലി എന്ന സഹോദരിയുടെ ജീവിതത്തിലെ വ്യക്തിപരമായൊരു ദൈവാനുഭവം എപ്രകാരം ഒരു അൽമേയനെ, പ്രത്യേകിച്ച് സ്ത്രീകളെന്ന നിലയിൽ പരിമിതികളുണ്ടെന്ന് ആൾക്കാർ കരുതുന്നെങ്കിലും അതിനൊക്കെ വിരുദ്ധമായി ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് ക്രിസ്തുവിൻ്റെ പരിമളമാകുവാൻ ആ സഹോദരിക്ക് സാധിച്ചത്. തൻ്റെ ഇടവകയിലെ പ്രവർത്തനങ്ങളിലെ, വിധവകളുടെ ഇടയിലെ പ്രവർത്തനങ്ങളിലെ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നേതൃത്വ നിരയിലെ, എന്തിനധികം കൊല്ലം കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായി 2 ടേമിൽ പ്രവർത്തിക്കുവാനും അതുതന്നെ തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എപ്രകാരം ആശ്വാസകരവും പുരോഗമനപരവുമായ പ്രവർത്തനങ്ങൾ ചെയ്തു. ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കൊല്ലം ജില്ലയിലുള്ള ഷേർലിയുടെ വസതിയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. സുവിശേഷ പ്രഘോഷണ മുന്നേറ്റങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷകയോടൊപ്പമാണ് ഇന്ന് നാം കർത്താവിന്റെ വയലേലകളെ പരിചയപ്പെടുന്നത്. ഇത് കൊല്ലം വാടിപ്പള്ളിയിലുള്ള ഷെർലി. തന്റെ ജീവിതത്തിലെ നവീകരണ അനുഭവത്തിന് ശേഷം അനേകരെ വിവിധ ധ്യാനമന്ദിരങ്ങളിലെ വചന ശുശ്രൂഷകളിലേക്ക് ചേർത്തണയ്ക്കുവാനും നിരവധി അഗതി മന്ദിരങ്ങളിൽ പ്രേക്ഷിത വേല ചെയ്തും വചനോത്സവം, ശാലോം, ജീവജ്വാല തുടങ്ങിയ സുവിശേഷ മാസികകൾ അനേകർക്ക് വിതരണം ചെയ്തും വചന കൂടാരങ്ങളിൽ ഭക്ഷണ ശുശ്രൂഷ ഏറ്റെടുത്തും ഇടവകയിൽ പ്രാർത്ഥനാ കൂട്ടായ്മ രൂപീകരിച്ചും ഇവർ നമ്മുടെ നാഥന്റെ വയലിൽ വേല ചെയ്യുന്നു. 2 തവണ കൊല്ലം നഗരസഭയിലെ കൗൺസിലറായും സേവനം ചെയ്ത ഇവർ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. വാസ്തവത്തിൽ മിക്കവാറും ആൾക്കാരുടെ ജീവിതത്തിൽ ഈ പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നവീകരണത്തിലേക്ക് വരുന്നതിന് മുൻപും പിൻപും ഉള്ളൊരു ജീവിതാനുഭവമുണ്ട്. ചേച്ചിയെ സംബന്ധിച്ച് ഇതിനകത്ത് വരാനിടയായ കാര്യങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് പ്രേരിപ്പിച്ചതെന്ന് പറയാമോ? എന്നെ പ്രേരിപ്പിച്ചത്, ഞാനൊരു നല്ല കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ഒന്ന് ധ്യാനിച്ച് വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടെ 1991 ഒരു ധ്യാനം കൂടാനായി പോയി. മാനസാന്തരത്തിൻ്റെ വഴി മാറണം, ഇത് മദ്യപാനം ഉണ്ടായിരുന്നു, അത് മാറണമെന്നും പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ പോയപ്പോൾ ദൈവം വിളിച്ച് എന്നെയാണ് മാനസാന്തരത്തിലേക്കും ദൈവവിളിയിലേക്കും കൊണ്ടെത്തിച്ചത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അപ്പൻ, എൻ്റെ 3 സഹോദരന്മാരും ഞങ്ങൾ 3 സഹോദരിമാരുമാണ്. 7 മക്കൾ. വിവാഹം കഴിച്ചു വന്ന വീട്ടിൽ 4 സഹോദരന്മാർ, ഭർത്താവിനെയും കൂടെ കൂട്ടി 4 സഹോദരന്മാർ, 3 സഹോദരിമാർ. പിള്ളേർ എത്ര പേരുണ്ട്? എനിക്കൊരാൾ മാത്രം. അപ്പോൾ ഈ അങ്ങനെ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ചേച്ചിക്കുണ്ടായ പ്രധാനപ്പെട്ട ഒരു അനുഭവം? പ്രധാനപ്പെട്ട അനുഭവം, ഞാനിങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു എന്തൊക്കെയോ ഒരു മറവി പോലെ ഒന്ന് തോന്നുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് എന്താണ് മറവി? ഇത്തിരി കഴിഞ്ഞ ഉടനെ എന്നെ എൻ്റെ കണ്ണിന് നമ്മുടെ സാവൂളിനെ കർത്താവ് എങ്ങനെ കൊണ്ടുവന്നോ ആ അനുഭവമായിരുന്നു എനിക്ക് തോന്നിയത്. എൻ്റെ കണ്ണ് നഷ്ടപ്പെടുന്ന അനുഭവം. തിരിച്ച് ഞാൻ എൻ്റെ ശരീരത്തിൽ തിളപ്പിച്ച വെള്ളം ആരോ ഒഴിച്ച് ഇട്ട് ഞാൻ അപ്പോഴേക്കും അവിടെ വീണുപോയി. ഞാൻ കണ്ണ് തുറന്നെന്ന് പറയാം, തുറന്നില്ല എന്ന് പറയാം. ആ രീതിയിലിരിക്കുമ്പം വെള്ളത്തിൽ കൂടെ ഒരു പ്രാവ് പറന്ന് മേളിലോട്ട് പറന്ന് പൊങ്ങുന്നു. ആ സ്ഥലത്ത് പ്രാവ് പൊങ്ങിപ്പോയ സ്ഥലത്ത് യേശു ക്രിസ്തു കുരിശുമായിട്ട് നിന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, മകളെ ഈ കുരിശൊന്ന് സഹായിക്കാവോ? അപ്പോൾ ഈശോയെ കണ്ട അനുഭവത്തിൽ പെട്ടെന്ന് പറഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് എനിക്കുണ്ടായ അനുഭവം. അതിനുശേഷം ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? വീട്ടിൽ ഞങ്ങൾ അതിനു മുമ്പ് ഇങ്ങനെ ഒരുമിച്ചുള്ള പ്രാർത്ഥിക്കും, എങ്കിലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ശക്തമായ പ്രാർത്ഥന ആരംഭിച്ചു. പിന്നീട് ഒരുപാട് പേരെ
ധ്യാനം കൂടിക്കാനായിട്ട് ഡിവൈനിലോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം കൃപ തന്നെനിക്ക്. എന്താ ചെയ്തിരുന്നത്? അതിൽ ബസ്സിനകത്ത് ആളുകളെ സംഘടിപ്പിച്ച് ഓരോ ആഴ്ചയിലും 4-5 വണ്ടിക്കകത്ത് തീരപ്രദേശങ്ങൾ പല സ്ഥലങ്ങളിലുമായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി പല സ്ഥലത്ത് നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി വചനം കേൾപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വചനം കേട്ടിട്ട് വരുന്ന ആൾക്കാർ പിന്നെ തിരിച്ചു വന്നിട്ട് ഒത്തിരിയും പേരുടെ മാനസാന്തരങ്ങളും അവരുടെ ജീവിതക്രമം നല്ല മാറ്റങ്ങളും ഒക്കെ കണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ചവരെല്ലാം ആ ധ്യാനങ്ങളിൽ രക്ഷപ്പെട്ടവരുണ്ട്, രക്ഷപ്പെടാത്തവരും ഉണ്ട്. കർത്താവിന്റെ വചനം കേട്ടിട്ട് അതിന് എനിക്ക് തോന്നുന്ന അനുസരിക്കാതെ പോയതിന്റെ ഒരുപാട് പേര് അങ്ങ് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ട്? മറ്റെന്തിങ്ങനെ അന്ന് മുതൽ പിന്നെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായി, ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം അതിനു മുമ്പ് ഈ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പായി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ കർത്താവ് വന്ന് പറയുന്നു, വചനം തലയ്ക്കുമായിട്ട് വെച്ച് കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങുമ്പോൾ മകളെ കരഞ്ഞു കിടക്കുകയായിരുന്നു. അന്നേരം മക്കളിൽ ഇല്ലാതിരുന്ന അവസ്ഥയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. നിന്റെ കണ്ണുനീര് അവസാനിപ്പിച്ചിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഉപവാസം ആരംഭിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടായി. കൂട്ടായ്മയിൽ എല്ലാ വ്യാഴാഴ്ചയും ഏതാണ്ട് 91 മുതൽ ഈ 2015 വരെയും ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മ തുടരുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ കൂട്ടത്തിലാണ് അവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാടി ഇടവക പള്ളിയിൽ വചനോത്സവ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് ധ്യാനം നടത്തിയപ്പം ഈ അനാഥാലയങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്തപ്പം അതിനുശേഷം പിന്നെ ഇങ്ങനെ അനാഥാലയങ്ങൾ കാണാൻ പോകണം, അവർക്ക് എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ കൂട്ടായിട്ട് തീരുമാനിച്ച് ഞങ്ങളുടെ ഇരവിപുരത്ത് തന്നെ അഭയകേന്ദ്രത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്ത് ചെയ്തു? അവിടെ ഞങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ആഹാരം പാചകപ്പെടുത്തി കൊണ്ടുപോയി അവിടെയുള്ള രോഗികളെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ചെയ്തായിരുന്നു തുടക്കം. അതിങ്ങനെ ഇപ്പം ഒരു കുറേ അനാഥാലയങ്ങളിൽ ഞങ്ങളിങ്ങനെ അവരെ സഹായിക്കുകയാണ്. ഞങ്ങൾ നടത്തുകയല്ല, മറ്റുള്ള അനാഥാലയങ്ങളെ സഹായിക്കുക. ഒരു നേരത്തെ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു അനാഥാലയത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കും, വേറൊരു അനാഥാലയത്തിൽ മാസത്തിൽ ഒരു തവണ കൊടുക്കും. പിന്നെ വേറെ 3-4 അനാഥാലയങ്ങളുണ്ട്, പേര് പറയണോ? അവിടെയൊക്കെ വർഷത്തിൽ 2 തവണ ചെയ്യും. അപ്പോഴൊക്കെ ഈ ദോപിത്തിന്റെ പുസ്തകത്തിലെ ഒരു വചനം, ദശാംശം കൊണ്ട് ജോലി ചെയ്യുന്ന വചനങ്ങളിങ്ങനെ ഓർമ്മ, വർഷത്തിൽ ചെയ്യുന്നതും ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ വചനം എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ശുശ്രൂഷകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങി കിടക്കുമ്പോൾ കാണിക്കുന്നത് ചോറ് കവിഞ്ഞൊഴുകുന്നതായിട്ട്. കയ്യിൽ പാത്രം പിടിച്ചിരിക്കാൻ കാലിപ്പാത്രമാണെങ്കിലും പാത്രത്തിലൊക്കെ നമ്മളെല്ലാം മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ പാലൊഴുകുന്ന പോലെ ചോറിങ്ങനെ കവിഞ്ഞൊഴുകുന്ന കാണുമ്പം ഇട്ട് കളഞ്ഞുകൊണ്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ ആളുകളിങ്ങനെ നിന്നിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതായിട്ട് കാണിക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ കർത്താവ് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ഈ അനാഥാലയങ്ങളിൽ ആഹാരം കൊടുക്കാനും അത് സന്ദർശിക്കാനും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള സാമ്പത്തികം എങ്ങനെ ഉണ്ടാകും? ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ. ഞങ്ങൾ എല്ലാവരും ദശാംശങ്ങളും കൂടുതലായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നത് കൂട്ടായ്മക്കാർ ഞങ്ങൾ ആലോചിച്ച് ഒന്നിച്ചെടുത്ത് തീരുമാനങ്ങളെടുത്താണ് ഈ അനാഥാലയങ്ങൾ കാണാൻ പോകുന്നതും സന്ദർശിക്കാൻ പോകുന്ന ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവിടെ പോയി അന്നത്തെ ശുശ്രൂഷയും ചെയ്യും. കൊല്ലത്തും പരിസരത്തുമുള്ള അനേകം അഗതി മന്ദിരങ്ങളിൽ ഇവർ ശുശ്രൂഷകൾക്കായി എത്തിച്ചേരുന്നു. ഇവിടുത്തെ രോഗികളെ പരിചരിച്ചും ഭക്ഷണമൊരുക്കിയും ഇവർ ഈ ജീവിതങ്ങൾക്ക് സാന്ത്വനമേകുന്നു. ഇത് ഒരു ചെറിയ ശുശ്രൂഷയെങ്കിലും നമ്മുടെ നാഥന്റെ സുവിശേഷ വയലിൽ ഇതിന് വലിയ വിലയുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. ഒപ്പം വേറെ വചനപ്രഘോഷണ രംഗത്ത് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വചനപ്രഘോഷണ രംഗത്ത് വചനം പ്രസംഗിക്കാനൊന്നും
പോയിട്ടില്ല. പക്ഷേ ഈ വചനോത്സവ മാസിക ആദ്യം 10 മാസികയാണ് ഞാനെടുത്ത് വിതരണം ചെയ്തത്. അത് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും കർത്താവ് ഒരു വെളിപ്പെടുത്തൽ, വചനോത്സവ കെട്ടുകൾ കടകളിലും വീടുകളിലും ഒക്കെ കൊണ്ട് വച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞിരുന്നു ഒരു പ്രചോദനം പോലെ വചനോത്സവ മാസിക കൊല്ലം രൂപതയിലെ ഇടവക തോറും കൊടുത്താൽ എന്താണെന്നുള്ളത്. അങ്ങനെ അത് കർത്താവ് വെളിപ്പെടുത്തിയതനുസരിച്ച് കൊല്ലം രൂപതയിൽ ഏതാണ്ട് ഇപ്പോൾ 19ാമത്തെ ഇടവകയിൽ നിൽക്കുകയാണ് വചനോത്സവം. ആ ഇടവകയിൽ എത്ര കുടുംബമുണ്ടോ ആ കുടുംബാംഗങ്ങൾക്ക് ആ ഇടവകയിൽ പോയി അവിടുത്തെ അച്ഛനെ കണ്ടും അല്ലെങ്കിൽ അവിടുത്തെ കോർഡിനേറ്ററിനെ കണ്ടുമൊക്കെ ഈ മാസിക അവർക്ക് എത്തിച്ചു കൊടുക്കും. അവരവിടെ നിന്ന് അവിടുത്തെ ലീഡേഴ്സുമായിട്ട് അവർ വിതരണം ചെയ്യും. ഞാനതൊരു സുവിശേഷമായിട്ടാണ് കാണുന്നത്. എത്ര എടുക്കുന്നുണ്ട്? ഇപ്പം എടുക്കുന്ന മാസിക 3300. 10 മാസികയിൽ തുടങ്ങിയതാണ്. 3300 എടുക്കുന്നു. കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഔദ്യോഗിക ബോഡിയിലും ചേച്ചിയെ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും, കൊല്ലം സോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അത് എന്തെല്ലാം ശുശ്രൂഷ അവിടെ ചെയ്തിട്ടുള്ളത്? അവിടെ ഇങ്ങനെ എന്നെ പിന്നെ ഒരു ബേബി ഏണസ് ബ്രദറാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഒരു വിശിഷ്ട അതിഥി എന്ന രീതിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ട് എത്തിച്ചത് മാത്രം അറിയാം. പിന്നെ അവിടെ അങ്ങ് ശുശ്രൂഷയുടെ പുറത്തങ്ങ് ഭയങ്കര എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ സർവീസ് ടീമിൽ 6 വർഷം, ഈ 2 കൊല്ലമാണ് അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെ 6 വർഷം ഇരുന്നിട്ടുണ്ട്. പിന്നെ KSC മെമ്പറായിട്ട്, അതും ഇപ്പോഴും ഞാൻ ഇവിടെ പറയുമ്പോഴും അതിൻ്റെ ഒരു KSC മെമ്പറാണ്. അങ്ങനെയൊക്കെ അവിടെ അവർക്കും ഈ ഇങ്ങനെ ഭക്ഷണം, എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും ഭക്ഷണം ഞാൻ തന്നെ അപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ശിഷ്യന്മാരോട് കൊടുക്കാൻ ഭക്ഷണം ഇവർക്ക് ഇല്ലല്ലോ ഒന്നും കൊടുക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും യേശു പറഞ്ഞത് നിങ്ങൾ തന്നെ കൊടുക്കണം. ഏറ്റെടുത്ത് അവർക്കും വലിയ ഇഷ്ടമാണ് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യത്തിൽ. അതും ഈ കൂട്ടായ്മയായിട്ട് തന്നെയാണ്, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഒരുമിച്ച് വീട്ടിലിട്ട് ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങൾ സമയത്തിന് അവിടെ കൊണ്ടെത്തിച്ച് അവർക്ക് വിളമ്പി കൊടുക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇടവകയിൽ 2 കൊല്ലം കോർഡിനേറ്ററായിട്ട്, ഇടവക കോർഡിനേറ്ററായിട്ട് 2 കൊല്ലം അങ്ങനെ പ്രവർത്തിക്കും. അവിടെ പിന്നെ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സന്ദർശിക്കുക. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഓരോ യൂണിറ്റ്. എത്ര യൂണിറ്റ് ഉണ്ട്? 45 യൂണിറ്റ്. ഈ 45 യൂണിറ്റ് ചേച്ചി പോയിട്ടുണ്ടോ? 45 യൂണിറ്റും നമ്മൾ സന്ദർശിക്കാൻ പോണം. ദിവസേനയല്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മാസത്തില് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ തന്നെ 2 ദിവസം പോയി യൂണിറ്റുകൾ സന്ദർശിക്കേണ്ടി വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് നവീകരണ മുന്നേറ്റങ്ങളെ സഹായിക്കുവാനും ആത്മാക്കളെ നേടുവാനുമായി വചനോത്സവം, ഷാലോൺ ടൈംസ്, ജീവജ്വാല തുടങ്ങിയ മാഗസിനുകൾ അനേകം ഇടങ്ങളിലേക്ക് ഇവർ എത്തിച്ചു നൽകുന്നു. തിരുവചനം ലോകം മുഴുവൻ എത്തിക്കുന്ന തിരുസഭയുടെ പ്രവർത്തനങ്ങളിൽ ഇവരും ഇവരുടെ ഈ കൂട്ടായ്മയും വളരെ സജീവമായി പങ്കുചേരുന്നു. ഒരു അൽമേയ പ്രേക്ഷിതത്വം എന്ന് പറയുമ്പോഴേ, പ്രത്യേകിച്ച് അൽമേയെന്ന് പറയുമ്പോൾ ലോകത്തിലാണല്ലോ അവർ ജീവിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ പരിമളമാകണമെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അഭിപ്രായം നമ്മൾക്ക്. അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ രാഷ്ട്രീയ രംഗങ്ങളിലും ചേച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അങ്ങനെ ഞാൻ രാഷ്ട്രീയക്കാരിയല്ല, എൻ്റെ ഹസ്ബൻഡ് രാഷ്ട്രീയക്കാരനായിരുന്നു. പിന്നെ അവിടെ വനിതാ വാർഡ് വന്നപ്പം ഒന്ന് മത്സരിക്കണമെന്നുള്ള ആഗ്രഹം വന്ന്, ഇപ്പോഴും ഈ പാവങ്ങളെ കുറിച്ചൊക്കെ ചിന്തകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വെറുതെ ഇരുന്നാലും പോയാലും വന്നാലും അപ്പം ഈ അഴുക്ക് ചാലുകളൊക്കെ കാണുമ്പോഴേ തോന്നി ഇവിടെ എല്ലാം വൃത്തിയായാൽ എന്താ, ഒരു നല്ല രീതി ആകുമല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സ് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട്. ഏതായിരുന്നാലും
2 പ്രാവശ്യം കൊല്ലം കോർപ്പറേഷനിൽ എനിക്ക് കൗൺസിലറാകാൻ ദൈവം എന്നെ അനുവദിച്ച്. അതിലൂടെ അവിടെ വിധവകൾക്കും അനാഥർക്കും വികലാംഗർക്കും കുറേ പേർക്കും പെൻഷൻ എത്തിച്ചു കൊടുക്കാൻ പറ്റി. പെൻഷൻ കിട്ടാതെ കിടന്ന പെൻഷനൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരു വലിയ ഒരു അഴുക്ക് ചാലായ ഒരു ഓടയും കുറേ വേസ്റ്റുകളും ഒക്കെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളെല്ലാം ഈ ദാസിയിലൂടെ കർത്താവ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഈ അവിടെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പോലും യേശുനാമം മഹത്വപ്പെടുന്ന നിർബന്ധമുള്ള ഒരു മെമ്പർ ആയിരുന്നു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസ്തവം ആ സത്യമാണ്. ഞാൻ അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് ഞാൻ സത്യപ്രതിജ്ഞ 2 പ്രാവശ്യവും ചെയ്തത്. അപ്പൊ ആ രംഗത്ത് എങ്ങനെ ഈ സുവിശേഷ വേലയും ഈ പൊതുപ്രവർത്തനമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഭാരമൊന്നും ഉണ്ടായിട്ടില്ല, അനുഭവപ്പെട്ടിട്ടില്ല? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈശോ വിളിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് അതൊന്നും ഭാരപ്പെട്ടിട്ടില്ല. എവിടെയും ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് യേശുവിനെ കൊടുക്കുക, ആ ഒരു മനോഭാവമായിരുന്നു. കൗൺസിലറായാലും പിന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായാലും ഏത് ടീമിലായാലും യേശുവിനെ പങ്കുവയ്ക്കുക, ഈ ഒരൊറ്റ ചിന്താഗതിയായിരുന്നു എൻ്റെ മനസ്സിൽ. അതെനിക്ക് നടന്നിട്ടുണ്ട്. ഇനിയും യേശു എനിക്ക് ആയുസ് തരുന്നെങ്കിൽ അത് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ 91 ശേഷം ഇങ്ങനെ വിവിധ ശുശ്രൂഷകൾ ചെയ്തതിൽ ചേച്ചിയുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചില സ്മരണകൾ ഉണ്ടായിരിക്കുമല്ലോ, ചില സംഭവങ്ങൾ. അതിൽ ആധ്യാത്മികമാകാം, ഒരുപക്ഷെ ഒരു കൗൺസിലർ എന്ന നിലയിലാകാം, അതുമല്ലെങ്കിൽ ഈ യാതൊരു രംഗത്ത് പോയപ്പോഴുള്ളതായിരിക്കാം. അങ്ങനെയുള്ള 1-2 സംഭവങ്ങളെന്ന് പറയാമോ? ആതുരാലയങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും തോന്നും, ദൈവമേ ഇവർക്കെല്ലാം ഇത് എനിക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കിത് തുടങ്ങി ഈ സ്വന്തമായിട്ട് ആതുരാലയങ്ങൾ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഒരു പ്രചോദനം കിട്ടിയിട്ടില്ല. അല്ല, പ്രചോദനമല്ല, ആഗ്രഹമില്ല. മറ്റിങ്ങനെ ചെയ്യുന്നവരെ സഹായിക്കുക. വിധവകളുടെ ഒരു കൂട്ടായ്മയിൽ എന്നെ എടുത്തിരിക്കുകയാണ് വൈസ് പ്രസിഡൻ്റായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ഡയറക്ടർ അച്ഛന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഇത്തിരി അരി വിധവകൾക്കെല്ലാം കൂടെ കൊടുക്കാം. അപ്പം അച്ഛൻ പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? അപ്പം നമുക്ക് ഉള്ള വിധവകളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇല്ലാത്ത വിധവകൾക്ക് കൊടുക്കാം. പിന്നീട് പറഞ്ഞ്, ഇല്ലാത്ത വിധവകളും ആകണ്ട, ഉള്ള വിധവകളും ആകണ്ട. യേശു 5 അപ്പവും 2 മീനും വിളമ്പിയപ്പോഴേ അവിടെ നിന്ന് ഉള്ളവരെ ഇല്ലാത്തവരെ ഒന്നും മാറ്റാതെ കൊടുത്തതല്ലേ. ഞാൻ പറഞ്ഞു, ഉള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ചങ്ങ് നമുക്ക് കൊടുക്കാം. ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഉള്ളവരും വാങ്ങിക്കട്ടെ, ഇല്ലാത്തവരും വാങ്ങിക്കട്ടെ. അച്ഛനായാലും കൂടെ നിന്നവർക്കും ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും. ഞാൻ പറയാം, എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ പോകുന്നിടത്തോട്ട് വന്നാൽ മതി, നമുക്ക് പോയി ചോദിക്കാം. എല്ലാം ഒരു 2 ആഴ്ചക്കകത്ത് 13 കരിയങ്ങാക്കി അവിടെ അങ്ങ് വിതരണം ചെയ്തു. അതൊരു വലിയ അത്ഭുതമാണത്. ഇതുപോലെ അനുസ്മരിക്കുന്ന മറ്റേതെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 1-2 എണ്ണമെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് പേർക്ക് 300 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞ് ഏണസ്റ്റ് ബ്രദർ പോട്ടെ ആശ്രമത്തിൽ ഇരിക്കുന്ന എന്നോട് വിളിച്ച് പറയുകയാണ്, ചേച്ചി നാളെ 300-400 പേരുണ്ട്, ഇവർക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ പോട്ടെ ആശ്രമത്തിൽ ഇരിക്കുക, ഞാൻ എന്ത് ചെയ്യും? ആ ചേച്ചി വരുന്ന വഴിക്കൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചേച്ചി വിചാരിച്ചാന്നാണ്. എല്ലാവരും പറയുന്നത് ചേച്ചി വിചാരിച്ച ഭക്ഷണം ഉടനെ ഉണ്ടാകുമെന്നാണ്. അങ്ങനെ വന്നിട്ട് ഞാൻ പിന്നെ ചാലക്കുടി മുതൽ കൊല്ലം വരെ വന്നിട്ടും ഒരു പച്ചക്കറിക്കടയും തുറന്നു കിട്ടിയില്ല. കണ്ടതുമില്ല, കിട്ടിയതുമില്ല. വെറുതെ വന്ന് വീട്ടിൽ കയറി. മണി 10:30 വന്ന് കയറുക കോട്ടയ ആശ്രമത്തിൽ നിന്ന്. പിന്നെ എന്നാൽ ഇനി മീനെങ്കിലും നമുക്ക് ആദ്യം നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഒരു കൂട്ടുകാരിയുടെ സഹോദരനെ ഞാൻ വിളിച്ചു. അവനെ മീൻ വല്ലതും കിട്ടാൻ മാർഗമുണ്ടോയെന്ന് വെച്ചപ്പോൾ ചേച്ചി ഇതുവരെ വള്ളങ്ങളൊന്നും വന്നിട്ടില്ല, നോക്കട്ടെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ ആ സഹോദരൻ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഒരു 10-300 ചാളയുണ്ട്, എടുക്കട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. എടുത്ത് എവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞ് സഹോദരൻ്റെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ഇതാ വരിക എന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി അവിടെ ഇരുന്ന് മീനൊക്കെ വെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. നോക്കിയപ്പം കുറേ പയറുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി പച്ചക്കറി നമുക്ക് പ്രശ്നമല്ല, പയറെടുത്തൊരു അവിയലും മീനെടുത്തൊരു എരിക്കറിയും ഒരു രസവും ഒരു അച്ചാറും ഒക്കെ ആകുമ്പോൾ അവിടെ പരിപാടി റെഡിയായി. ഏതായിരുന്നാലും ഇതെല്ലാം വെച്ച് കൊട്ടിയത്താണ് കൊണ്ട് കൊടുക്കേണ്ടത്. എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ആളുകളെല്ലാവരും കൂടെ എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിട്ട് അവർ തന്നെ പുറക്കിയെടുത്ത് കൊണ്ടുപോയി. അത് ഒരു വലിയൊരു അത്ഭുതമാണ് എൻ്റെ ശുശ്രൂഷയിൽ നടന്നത്. ഒരു രാത്രി 8 മണിക്ക് വിളിച്ചു പറയുന്നു, പിറ്റേന്ന് എങ്ങനെ കൊടുക്കും?
ഒരു അസ്വസ്ഥത ഉണ്ടായില്ല. എനിക്കൊരു ഭാരവും തോന്നിയതുമില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അപ്പൊ കർത്താവാണ് തന്റെ മഹത്വത്തിന്റെ സമ്പന്നത അതും തരുന്നതെന്ന് മനസ്സിലായി. എല്ലാം കർത്താവിന്റെ ഒരു ഇതാണ്. ഇതുപോലെ ദൈവപരിപാലനയുടെ നിമിഷങ്ങൾ വരെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? എന്നെ ഏറ്റവും തളർത്തിയത് എൻ്റെ ജീവിത പങ്കാളിയുടെ മരണം. അതെങ്ങനെ തരണം ചെയ്തു? പിന്നെ ഏതാണ്ട് ഒരു വർഷം വരെയും ആസ്പത്രി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ മേഖലകളിൽ 1991 ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ ആസ്പത്രിയിൽ 10-20 കൊല്ലം ആസ്പത്രി എന്ന് പറയുന്നതിനകത്ത് കിടന്നിട്ടില്ല. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. 10-20 വർഷം വരെ, അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എന്ത് രോഗം വന്നാലും ആസ്പത്രികളിലാണ് കഴിഞ്ഞുകൂടുന്നത്. 20 വർഷം വരെ ആസ്പത്രി കിടക്കാത്ത ഒരു ജീവിതമായിരുന്നു എനിക്ക് കർത്താവ് തന്നത്. പക്ഷെ എൻ്റെ ഭർത്താവ് മരിച്ച് 1 കൊല്ലം ഞാൻ ആസ്പത്രി കിടക്കേണ്ടി വന്നു. കുട്ടിയും കോളിക്രോസിലാണ് ഞാൻ കിടക്കുന്നത്. എൻ്റെ കൂടെയുള്ള പല ആത്മീയ ശുശ്രൂഷകരും സഹോദരങ്ങളും പറഞ്ഞ് ഞങ്ങളെയൊക്കെ നേർവഴിക്ക് കൊണ്ട് നടക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്ന ചേച്ചി എന്താണ് ഇങ്ങനെ വന്നത്? ആ അനുഭവത്തെ ചേച്ചി ഇപ്പൊ എങ്ങനെ നോക്കി കാണുന്നത്? ഇപ്പോഴീശോ പറയുന്നത്, ഇച്ചിരി ഭർത്താവിനെ മാറ്റിയെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, ഞാനാണ് നിനക്ക് എല്ലാം എന്നുള്ളത്. സൗഖ്യത്തിലേക്ക് വരാണ്ട് തടസ്സം ഉണ്ടായിരുന്ന വാസ്തവത്തിൽ സ്വാർത്ഥ സ്നേഹമായിരുന്നു പുള്ളിടത്തുള്ളതെന്ന് മനസ്സിലാക്കി തന്നു കർത്താവ്. ഭർത്താവിനോട് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു എന്നോട് ഞാൻ കൂടുതലും ഭർത്താവിനെ ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞെങ്കിലും ഭർത്താവിനകത്തായിരുന്നു കുറച്ച് സ്നേഹം കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായി പൂർണ്ണമായിട്ടും എൻ്റെ സ്നേഹം യേശുവിൽ നിന്നും മാറി നിന്നു. അങ്ങനെയുള്ള ഒരു ബലമൊക്കെ തരുന്നുണ്ട്. സ്നേഹമാണ് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാക്കിയെന്ന് മനസ്സിലായി. ഇപ്പൊ സ്വതന്ത്രമായി. ജീവിതത്തിലുടനീളം കർത്താവ് ഇങ്ങനെ പലതരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പറയാൻ ഒത്തിരി കാര്യങ്ങളൊന്നും അറിയാം. എങ്കിൽ പോലും ഈ പറഞ്ഞ പങ്കുവെച്ച കാര്യങ്ങൾ പലതും ഷാലോം പ്രേക്ഷകർക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്. മറ്റു പല വീട്ടമ്മമാർക്കും കുടുംബത്തിലെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു മാതൃകയാണ്. തന്നെയുമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ നവീകരണത്തിൽ വന്ന ശേഷം മുനിസിപ്പൽ കൗൺസിലറായും അങ്ങനെ രാഷ്ട്രത്തെ സേവിക്കാനും അല്ലെങ്കിൽ ആ വാർഡിനെ സേവിക്കാനും ഒപ്പം ഇടവകയിലെ കൺവീനർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിധവാ കൂട്ടായ്മയിലും ഒപ്പം ആതുര ശുശ്രൂഷാലയങ്ങളിലും എന്നുവേണ്ട ഒരു അൽമേനെത്താവുന്ന വിവിധ മേഖലകളിൽ ചേച്ചിയെ കർത്താവ് മനോഹരമായിട്ട് ഉപയോഗിക്കുന്നു. ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഷാല പ്രേക്ഷകർക്ക് ഏറെ ഉപകാരപ്രദമാകും. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. പ്രാർത്ഥനയുടെ കരുത്തും വചന ദർശനങ്ങളും ഈ ശുശ്രൂഷകയെ വഴി നടത്തുന്നു. ആത്മാക്കളെ നമ്മുടെ നാഥന്റെ വയലിൽ കൊയ്തു കൂട്ടുന്ന ഈ കാലഘട്ടത്തിലെ പ്രത്യേക ശുശ്രൂഷകൾക്ക് കരുത്തായി ഇവരും ഇവരുടെ കൂട്ടായ്മയും പങ്കുചേരുന്നു. തിരുവചനത്തെ പ്രതി ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുന്നതിന് എത്രയോ ഉപകരിക്കുമെന്ന് ഇവർ മനസ്സിലാക്കുന്നു. സുവിശേഷം ശുശ്രൂഷയായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രണാമം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു.